കെ ശൈലജയെ നിർത്തി തോൽപ്പിച്ചു. മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് വീഴ്ച. CPM-ൽ കുറ്റപ്പെടുത്തൽ. പാർട്ടിക്കാരോടും ജനങ്ങളോടും മാന്യമായി ഇടപെടുന്നതിൽ രണ്ടാം പിണറായി സർക്കാരിലെ ചില മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് വീഴ്ച പറ്റിയെന്ന CPM-ന്റെ ഏറ്റുപറച്ചിൽ. കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള വിമർശനത്തിൽ ഏതെല്ലാം മന്ത്രിമാരെന്ന് ചൂണ്ടിക്കാട്ടിയില്ലെങ്കിലും ആരുടെയും പേരെടുത്തു പറയാതെയാണ് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഇത് സമ്മതിച്ചത്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ യോഗം വിളിച്ചു ചേർത്തെങ്കിലും പൂർണ്ണമായി മാറ്റമുണ്ടാക്കാനായില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൊതുവിൽ LDF-ന് എതിരായിരുന്നു. പ്രധാന കാരണം വെള്ളാപ്പള്ളി നടേശനുമായി പാർട്ടി നേതൃത്വത്തിന് ചങ്ങാത്തമുണ്ടെന്ന ധാരണ ജനങ്ങളിൽ ഉണ്ടായതാണെന്ന സൂചനയും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പറയുന്നില്ല. വെള്ളാപ്പള്ളിയെ പിന്തുണച്ച പ്രസ്താവനകൾ കൊണ്ട് ന്യൂനപക്ഷത്തെ എതിരാക്കിയവരുടെ പേര് പറയാത്തതെന്ത് എന്ന ചോദ്യം റിപ്പോർട്ടിങ്ങിനിടെ ചില ജില്ലാ കമ്മിറ്റികളിലും ഉണ്ടായി. വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ സമരത്തിൽ ലത്തീൻ ബിഷപ്പിനെതിരെ കേസെടുത്തതും പോലീസ് നടപടിയും തീരദേശ മേഖലയിലെ ലത്തീനോട്ടുകൾ കൂട്ടത്തോടെ എതിരാക്കി. കൊച്ചി പോലെയുള്ള മണ്ഡലത്തിലെ അട്ടിമറി ഞെട്ടിച്ചു. കെ ശൈലജയെ നിർത്തി തോൽപ്പിച്ചെന്നും താഴെത്തട്ടിൽ വിമർശനം ഉയർന്നെങ്കിലും ശൈലജ എന്ന പേര് പോലും അവലോകന റിപ്പോർട്ടിലില്ല. ജില്ലാ കമ്മിറ്റിക്ക് മുതൽ ലോക്കൽ കമ്മിറ്റി വരെ നടന്ന ചർച്ചയുടെ മിനിറ്റ്സിന്റെ കാർബൺ പകർപ്പാണ് സ്കാൻ ചെയ്ത് ചില ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന സെന്ററിലേക്ക് നൽകിയത്. ചില ജില്ലകളിൽ ജില്ലാ കമ്മിറ്റികൾ ചർച്ചകൾ ക്രോഡീകരിച്ച് സംസ്ഥാന സെന്ററിലേക്ക് അയക്കുകയായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്താണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയത്. ശ്യാമള, വെള്ളാപ്പള്ളി, പത്മകുമാർ. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിൽ ഏതായാലും CPM-ന്റെ 3 തിരുത്തുകളുണ്ട്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച പാർട്ടി സമ്മതിച്ചതും വെള്ളാപ്പള്ളിയെ തള്ളിയതും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ സംസ്ഥാന സമിതി 3 തിരുത്തലുകൾ വരുത്തിയതോടെ മണ്ഡലം കമ്മിറ്റിയിൽ എതിർപ്പുയർന്നിട്ടും PK ശ്യാമള തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായത് എങ്ങനെയെന്ന സംസ്ഥാന സമിതിയിൽ ചോദ്യമുയർന്നു. കടുത്ത വിമർശനത്തിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചു. പിണറായി വിജയനും MV ഗോവിന്ദനും പദവി ഒഴിയണമെന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു. ഇതിനിടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ EDക്ക് മുന്നിൽ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് അവധി അപേക്ഷ. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ EDയുടെ ചോദ്യം ചെയ്യലിന് വീണ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കാട്ടി അവധി ചോദിച്ച വീണ EDക്ക് കത്തയച്ചു. അപേക്ഷ പരിഗണിക്കുന്നതിൽ ED തീരുമാനമെടുക്കും. ED കൊച്ചി യൂണിറ്റിൽ നേരിട്ട് ഹാജരാകാനുള്ള സമരത്തിന് മറുപടിയായാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വീണയുടെ അവധി അപേക്ഷ. ഇമെയിൽ വഴിയാണ് അപേക്ഷ നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അഭിഭാഷകർ വഴി നൽകാമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയുള്ള അവധി അപേക്ഷ വൈദ്യപരിശോധന രേഖകൾ സഹിതം സമർപ്പിച്ചാൽ ED പരിഗണിക്കാറുണ്ട്. PMLA നിയമപ്രകാരം നൽകിയ സമൻസിൽ പ്രതി നേരിട്ട് ഹാജരാകണം. ഒരു ദിവസത്തെ അവധി വീണയ്ക്ക് അനുവദിച്ചാലും മറ്റൊരു ദിവസം ഹാജരാകേണ്ടി വരും. അഭിഭാഷകർ വഴി രേഖകൾ നൽകുന്നത് പരിഗണിച്ചേക്കില്ല. കേസിൽ വീണയുടെ ചോദ്യം ചെയ്യലിന് പിന്നാലെ CMRL അധികൃതരിലേക്ക് കടക്കാനാണ് EDയുടെ നീക്കം.